സ്വതന്ത്ര MLA ആയിട്ട് ഒരാൾ മത്സരിച്ച് ജയിച്ചാൽ അയാൾക്കൊരു പാർട്ടി ഉണ്ടാക്കാനോ മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പറ്റത്തില്ല. അതാണ് ഇന്ത്യയുടെ ഒരു ഭരണഘടന എന്ന് പറയുന്നത്. അതിന്റെ ഒരു ലോ അതാണ്. അല്ല, ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മെയ് 14 അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഈ അദ്ദേഹം പാർട്ടി ഉണ്ടാക്കുമായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യത്തിൽ പാർട്ടി ഉണ്ടാക്കാം. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഞാൻ തോറ്റ MLA പാർട്ടിക്ക് ആരെങ്കിലും ചേരുമോ? അല്ല, തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ നിയമങ്ങളൊക്കെ സിബി ഇപ്പം പറഞ്ഞ നിയമം എന്ന് പറയുന്നത് ഒരു MLA സ്വതന്ത്രമായി ജയിച്ചാൽ സ്വാഭാവികമായിട്ട് 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകാൻ കഴിയില്ല. തീർച്ചയായും സ്വതന്ത്രമായിട്ട് തന്നെ അദ്ദേഹം ഈ നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കാണ്ടായ കാരണം എന്താണ്? നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കാണ്ടായ പ്രധാനമായ കാരണം അദ്ദേഹം തൃണമൂലിൽ ചേരുകയും തൃണമൂലിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. തൃണമൂലിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയോഗ്യത വരും. 6 വർഷക്കാലത്തേക്ക് പിന്നീട് മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഈ സാഹചര്യത്തെ ഭയന്നാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്.